ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ മാത്രം അമ്പലങ്ങളിൽ പോയാൽ മതി. മാത്രമല്ല ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ക്ഷേത്ര തന്ത്രിയാണ്. ഗതാഗത വകുപ്പ് മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ വാക്കുകളാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടി ആലോചിക്കാമെന്നും കെ ഗണേഷ് കുമാർ പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം ഉണ്ടാകുന്നതും. ക്ഷേത്രത്തിൽ ഉടുപ്പ് ഊരിക്കൊണ്ടുള്ള ദർശനത്തിൽ സാമൂഹിക ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാലാന്തരത്തിൽ ഇതിന് മാറ്റം ഉണ്ടാകുമെന്ന് അഭിപ്രായപ്പെട്ടു. സനാതന ധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണ്. ജനാധിപത്യം അലർജിയാണെന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. തൊട്ടു പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ ഷർട്ടൂരി പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞത് സ്വാമി സച്ചിദാനന്ദ ആണെന്ന് പിണറായി വിജയൻ തിരുത്തി പറഞ്ഞിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച് നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർ അടക്കം രംഗത്ത് വന്നിരുന്നു. ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പോകണമെന്ന് ശിവഗിരി മഠത്തിന്റെ പരാമർശം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഇതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരമുണ്ട്. ആ ആചാരങ്ങൾ മാറ്റിമറിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ഈ ആചാരങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചു പോകാമെന്ന് സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി എന്നായിരുന്നു ആ വാർത്ത. ആചാരങ്ങൾ മാറ്റിമറിക്കാൻ പറയുന്നത് എന്തിനാണ്? ഈ വ്യാഖ്യാനങ്ങൾ ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്. ഇന്നിന്റെ കാലത്ത് ഇണങ്ങാത്ത പല ആചാരങ്ങളും ആവർത്തിക്കുന്നില്ലേ? വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും മുസ്ലിം സമുദായത്തിലുള്ളവർക്കും അത്തരം ആചാരങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആര് ചോദിച്ചാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കുണ്ട്. ഹിന്ദു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടന മാത്രമല്ല. എല്ലാ ഹിന്ദുക്കളുടെയും പ്രതിനിധിയാണ് ശിവഗിരി എന്ന തരത്തിലാണ് ഇത്തരം വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. ശിവഗിരിയുടെ ക്ഷേത്രങ്ങളിൽ ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊള്ളൂ. അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. ആ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പോകാൻ നായർക്കോ മറ്റു സമുദായത്തിലുള്ളവർക്കോ താല്പര്യമുണ്ടെങ്കിൽ പോകാം. ആർക്കും ഒരു പ്രയാസവുമില്ല. പക്ഷേ കാലാകാലങ്ങളിലായി അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കണമെന്ന് പറയാൻ ഇവരൊക്കെ ആരാണ് എന്നും ഇതെല്ലാം വിശ്വാസികളുടെ അവകാശമാണ് എന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. അത് ഹിന്ദുവിൻ്റെതാകട്ടെ ഹിന്ദുക്കളിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാകട്ടെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. ഷർട്ട് ധരിച്ച് കയറാവുന്ന ക്ഷേത്രങ്ങളും അല്ലാതെ പോകേണ്ട ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ഷർട്ട് ധരിച്ചാണെങ്കിലും അല്ലെങ്കിലും അവിടേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിലുള്ളവർക്കുണ്ട് എന്നതാണ് NSSന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരിഷ്കാരങ്ങളും പുരോഗമന ഭാവങ്ങളും എല്ലാം തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മന്നത്ത് പത്മനാഭൻ തുടങ്ങിയതാണ്. ഉടുപ്പിട്ട് കയറാവുന്ന ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറാം, അല്ലാത്തിടത്ത് ഉടുപ്പ് ഊരുകയും ഇനിയൊന്നും ചാതുർവർണ്ണയവുമായി കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല എന്നും അതിനുള്ള അവകാശം ഹൈന്ദവ ജനതയ്ക്കുണ്ട് എന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.